വയനാട് ചുരത്തിൽ ഇന്നലെ 6:45 കൂടി ഉണ്ടായ മണ്ണിടിച്ചിലിൽ കല്ലും മണ്ണും മരവും വ്യാപകമായി റോഡിലേക്ക് പതിക്കുകയായിരുന്നു. ആ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികളാണ് ഇന്ന് രാവിലെ പുരോഗമിക്കുന്നത്. ഉച്ചയോടുകൂടി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നതാണ് ജില്ലാ കളക്ടർ നമ്മോട് പ്രതികരിച്ചത്. എന്തായാലും ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് പാറ പൊട്ടിച്ച് മണ്ണ് നീക്കം ചെയ്യുന്ന നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. റോഡിന്റെ ഇരുവശവും പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. രണ്ട് വശത്തുമായി വാഹനങ്ങളുടെ വലിയ നീണ്ട തിര തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വലിയ വാഹനങ്ങൾ, ചരക്ക് ലോറികൾ ഉൾപ്പെടെ ചുരത്തിന്റെ ഇരുവശങ്ങളിലുമായി ലക്കിടി വ്യൂ പോയിന്റ് മുതൽ വൈത്തിരി വരെയുള്ള ഭാഗങ്ങളിലും അതുപോലെ അടിവാരം വരെയുള്ള ഭാഗങ്ങളിലും വലിയ വാഹനങ്ങൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ഈ വാഹനങ്ങൾക്കൊക്കെ തന്നെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. ജിയോളജി വകുപ്പിന്റെയും മണ്ണ് സംരക്ഷണ വകുപ്പിന്റെയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും വനംവകുപ്പിന്റെയും എല്ലാം ആഭിമുഖ്യത്തിൽ സംയുക്തമായിട്ടുള്ള ഒരു പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് പൂർണ്ണമായും ബലം പരിശോധിച്ച ശേഷം പൂർണ്ണമായും സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഗതാഗതം പുനഃസ്ഥാപിക്കുകയുള്ളൂ എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധന നടക്കുകയാണ്. പ്രാഥമികമായി ഇത്തരത്തിൽ യാതൊരു പ്രശ്നവും പാറയിൽ മേലെയുള്ള പാറയിൽ വിള്ളലോ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ കളക്ടർ ഉൾപ്പെടെ ആ കാര്യമാണ് നമ്മോട് രാവിലെ വ്യക്തമാക്കിയത്. എന്തായാലും ഉച്ചയോടുകൂടി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മോട് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കുറ്റ്യാടി ചുരം വഴിയും അതുപോലെ നാടുകാണി ചുരം വഴിയുമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. മലപ്പുറത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ, മലപ്പുറത്തേക്ക് പോകേണ്ട വാഹനങ്ങളും നാടുകാണി വഴിയും കോഴിക്കോട്ടേക്ക് പോകുന്ന വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴിയും കടന്നു പോകണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ തന്നെ അതുവഴി കടന്നു പോകുന്നുണ്ട്. എന്നാലും വാഹന ബാഹുല്യം കാരണം വലിയ ബ്ലോക്കാണ് ഈ ചുരങ്ങളിലൊക്കെ തന്നെ അനുഭവപ്പെടുന്നത്. നിലവിൽ വലിയ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം മികച്ച ആധുനിക ചികിത്സാ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചുരം കടന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ ആംബുലൻസ് ഉൾപ്പെടെ കടന്നു പോകേണ്ടതുണ്ട്. ഇതൊക്കെ വലിയ പ്രതിസന്ധി ആയിരിക്കുകയാണ്. ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായും ഗതാഗതം നിലച്ചിരിക്കുകയാണ്. റോഡിൽ പൂർണ്ണമായും പാറക്കെട്ടുകളാണ്. ഇത് നീക്കം ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ ഉച്ചയോടുകൂടി തന്നെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്.